വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മധുരം ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഇന്നൊരു ടോഫി ഡെസേർട്ട് ആയാലോ. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് പൊട്ടിക്കാത്തൊരു മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ വെച്ച് കൊടുത്ത് ഇത് മുഴുവനും കവർ ആകുന്നവരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഞാനൊരു 3 മുട്ടയാണ് പൊട്ടിച്ചിടുന്നത്. പിന്നെ ഇതിലേക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പാൽപമായിട്ട് പൗഡേർഡ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പോളമാണ് എടുത്തത്. ഒരുപാട് മധുരത്തിന്റെ ആവശ്യമില്ല, കാരണം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മധുരം ഒരുപാട് വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദ 1 കപ്പ്, പിന്നെ കുറച്ച് പാൽപ്പൊടി, അത് ഓപ്ഷണൽ ആണ്. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അല്പം ഉപ്പും കൂടി എടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ആ ഒരു മുട്ടയിലേക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് കേട്ടോ, റൂം ടെമ്പറേച്ചറിലുള്ളതാണ്, അതും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, 1/4 കപ്പിനേക്കാൾ കുറച്ചാണ് എടുത്തത്, ഒരു 2 ടേബിൾ സ്പൂണോളം മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഒരു കേക്കിംഗ് മോൾഡിലേക്ക് അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബട്ടർ പേപ്പറും വെച്ച് ഈ ഒരു ബാറ്റർ ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഒരു പാനിലേക്ക് 40 മിനിറ്റോളം വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ആവി പുറത്തു പോവാതിരിക്കാൻ വേണ്ടി ഈ ഒരു ലിഡിന്റെ ആ ഒരു ഹോളിന്റെ അവിടെ കുറച്ച് മാവ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈദമാവാണ് വെച്ചത്. ഇനിയിപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് നോക്കാവുന്ന കേട്ടോ കുക്കായോന്ന്. പിന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ച ആ ഒരു മിൽക്ക് മെയ്ഡ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം. പിന്നെ ഈ ഒരു ടൈമിൽ അല്പം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ ഒരു ടോഫി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ കട്ടിയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ലൂസ് ആവാൻ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചാൽ മതി. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ആ ഒരു ടോഫിയും കൂടി ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിൽ കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബേക്ക് ചെയ്തെടുത്ത കേക്ക് 2 പീസാക്കി ഫസ്റ്റ് ലെയറിൽ ഈ ഒരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് ആ ഒരു ടോഫി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ലെയർ വെച്ചു കൊടുക്കാം. പിന്നെ ഇതിന്റെ മുകളിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, ആ ഒരു ഫ്രോസ്റ്റിങ്ങും പിന്നെ മുകളിലായിട്ട് ടോഫീസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അവസാനം പിന്നെ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ, അത് ആ ഒരു ടോഫി ഇതിന്റെ ചുറ്റുമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു ചോക്കോ സിറപ്പ് വെച്ചാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതിന്റെ മുകളിലായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെറ്റ് ആവുന്നതിന് വേണ്ടി ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാനൊരു 1/2 മണിക്കൂറോളം ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആണ്. പിന്നെന്ന് വെച്ചാൽ നല്ല മധുരമാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.